AIADMKക്കും ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിക്കും നിർണായകമാണ് തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിനുശേഷവും നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നേരിട്ട തുടർ തോൽവികൾക്ക് ശേഷം പാർട്ടിയെ അധികാരത്തിൽ തിരിച്ചെത്തിക്കേണ്ടത് എടപ്പാടി പളനിസ്വാമിയുടെ രാഷ്ട്രീയ നിലനിൽപ്പിന് അനിവാര്യമാണ്. കാണാം സ്റ്റേറ്റ് ഓഫ് സ്റ്റേറ്റ്സ്. 1972 MGR രൂപീകരിച്ച AIADMK, MGRനും പിന്നീട് ഒരിക്കൽ ജയലളിതയ്ക്കും തുടർഭരണം നൽകിയ തമിഴകം. 10 വർഷത്തെ തുടർഭരണത്തിന് ശേഷം കഴിഞ്ഞ 5 വർഷമായി പ്രതിപക്ഷത്താണ് DMK. 5 വർഷം പ്രതിപക്ഷത്തിരിക്കുക ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് പുതുമയുള്ള കാര്യമേ അല്ല. പക്ഷേ പുതിയ പാർട്ടികളുടെ വരവോടെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറാൻ സാധ്യതയുള്ള തമിഴക രാഷ്ട്രീയത്തിൽ AIADMKയ്ക്ക് ഇത് പരീക്ഷണകാലമാണ്. 53 വർഷം പിന്നിട്ട പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരീക്ഷണഘട്ടം. ജയലളിതയുടെ മരണശേഷം നടന്ന പ്രധാനപ്പെട്ട 3 തെരഞ്ഞെടുപ്പുകളിലും AIADMKയ്ക്ക് തിരിച്ചടിയായിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 39-ൽ 38 സീറ്റിലും പരാജയം. 2021 സംസ്ഥാന ഭരണം നഷ്ടപ്പെട്ടു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റിലും സഖ്യത്തിന് തോൽവി. ഈ 3 തെരഞ്ഞെടുപ്പുകളിലും പാർട്ടിയെ നയിച്ചത് ജയലളിതയുടെ മരണശേഷം പാർട്ടി പിടിച്ചെടുത്ത എടപ്പാടി പളനിസ്വാമി. ஸ்டாலின் மாடல் அரசு, ஃபெயிலியர் மாடல் அரசு. பை பை ஸ்டாலின். புரட்சி தலைவர் வழி எங்க எடப்பாடியார், சிரிச்சு பேசுகிற தலைவனும் வேறையா. புரட்சி தலைவர் வழி எங்க எடப்பாடியார், சிரிச்சு பேசுகிற தலைவனும் வேறையா. നിയമസഭയിലെ ഇടപെടലുകളിലടക്കം മികവ് കാട്ടുമ്പോഴും ജയലളിതയെ പോലെ ജനമനസ്സുകളിൽ വലിയ സ്വാധീനം ചെലുത്താൻ പളനിസ്വാമിക്ക് കഴിഞ്ഞിട്ടില്ല. ഭരണപക്ഷത്തെ നേരിടുന്ന ശക്തനായ പ്രതിപക്ഷ നേതാവെന്ന പ്രതിച്ഛായയും EPSനില്ല. BJP അധ്യക്ഷനായിരിക്കെ DMKക്കെതിരെ K. അണ്ണാമലൈ സ്വീകരിച്ചിരുന്ന കടുത്ത നിലപാട്, ഇപ്പോൾ വിജയ് നടത്തുന്ന ശക്തമായ DMK വിമർശനങ്ങൾ, ഇതെല്ലാം പളനിസ്വാമിക്ക് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. இன்றைக்கு திருச்சி மாவட்டம் நம்முடைய அதிமுக கோட்டை. அனைத்து இந்திய அண்ணா திராவிட முன்னேற்ற கழக வேட்பாளருக்கு இரட்டை சின்னத்திலே വാക്കളിക്കുക. മറ്റാരേക്കാളും ഉപരിയായി വരാനിരിക്കുന്ന ജീവൻ മരണ പോരാട്ടമാണെന്ന ബോധ്യം എടപ്പാടിക്കുണ്ട്. അത് തിരിച്ചറിഞ്ഞ് സർവ്വശക്തിയുമെടുത്തുള്ള നീക്കങ്ങളാണ് DMK നടത്തുന്നതും. കഴിഞ്ഞ 1 വർഷമായി കൃത്യമായ ഇടപെടലുകളിൽ ജില്ലാ ഭാരവാഹികളുടെ യോഗങ്ങൾ ചേരുന്നു. വോട്ടർ പട്ടിക പുതുക്കുന്നു മുതൽ പാർട്ടിയുടെ താഴെ തട്ടിലുള്ള പ്രവർത്തനങ്ങൾ വരെ എല്ലാ കാര്യങ്ങളിലും എടപ്പാടി നേരിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സീറ്റ് വിഭജനത്തിലടക്കം ആ ജാഗ്രത പുലർത്തി. പക്ഷെ അപ്പോഴും ചെന്നൈയിലും തെക്കൻ ജില്ലകളിലും നേരിടുന്ന ദൗർബല്യമാണ് AIADMKയുടെ തലവേദന. ഈ മേഖലകളിൽ സ്വാധീനം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കാര്യമായ മാറ്റം ഇതുവരെ പ്രകടമായിട്ടില്ല. പരമ്പരാഗതമായി പാർട്ടിയെ പിന്തുണച്ചിരുന്ന തേവർ സമുദായം അകന്നതും ക്ഷീണമായി. എങ്കിലും TTV ദിനകരന്റെ AIADMK മുന്നണിയുടെ ഭാഗമായത് തെക്കൻ മേഖലയിൽ ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുമായി തെറ്റിപ്പിരിഞ്ഞായിരുന്നു മത്സരമെങ്കിൽ ഇത്തവണ സഖ്യമാണ്. അൻപുമണി രാംദാസ് നേതൃത്വം നൽകുന്ന PMK, TTV ദിനകരൻ നേതൃത്വം നൽകുന്ന AIADMK, തമിഴ് മാനില കോൺഗ്രസ്, IJK തുടങ്ങിയ കക്ഷികൾ മുന്നണിയുടെ ഭാഗം. എന്തായാലും മെയ് 4 AIADMKയുടെ ഭാവി നിശ്ചയിക്കുന്ന നിർണായക ദിനമായിരിക്കും. ഭരണം ലഭിച്ചില്ലെങ്കിൽ AIADMK വോട്ടുകൾ ഇപ്പോഴേ സമാഹരിക്കാൻ ശ്രമിക്കുന്ന വിജയ് ആ നീക്കത്തിന് വേഗം കൂട്ടും. പുതിയ പാർട്ടി രൂപീകരിച്ച VK ശശിയുടെ ശ്രമങ്ങളും മറുവശത്തുണ്ടാകും. പുതിയ സാഹചര്യം രൂപപ്പെട്ടാൽ ഇവർക്ക് BJP പിന്തുണ നൽകിയാൽ പോലും അത്ഭുതപ്പെടാനില്ല. ആ അർത്ഥത്തിൽ AIADMKയ്ക്കും പളനിസ്വാമിക്കും ഇത് നിലനിൽപ്പിന്റെ പോരാട്ടമാണ്.